നമസ്കാരം, എൻ്റെ പേര് ശശാങ്ക്. വിളവണ മുക്കാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാന്താര ചാപ്റ്റർ 1 നിന്ന് ഇറങ്ങിയിട്ടുള്ള റെസ്പോൺസ് കണ്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ്, അതായത് മലയാളം മൂവി തിയേറ്റേഴ്സിൻ്റെ ഓഡിയൻസിൻ്റെ റെസ്പോൺസ്, അതേപോലെ തന്നെ മീഡിയയുടെ റെസ്പോൺസ്, റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വളരെയധികം അമേസിങ് വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. ഗൂസ് ബംസ് ആണ് സെക്കൻഡ് ഹാഫ് മൊത്തം. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഗ്രിപ്പിംഗ് ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഋഷഭ് ഷെട്ടി സാർ, അദ്ദേഹത്തിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാന്താര എന്ന് പറയുന്ന ഇതിൻ്റെ സീക്വൽ ആയിട്ടുള്ള, അതിപ്പോൾ പ്രീക്വലാണ് ഇറങ്ങിയിരിക്കുന്നത്. കാന്താര എന്ന് പറഞ്ഞ ആദ്യം ഇറങ്ങിയ ആ പടം ഞാനും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ പടത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്, 3 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എടുക്കുക എന്ന് പറയുന്നത്, അതായത് അവരുടെ മണ്ണിൻ്റെ കഥയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ മണ്ണിൻ്റെ കഥയാണ്, അതാണ് അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതാണ് ഇന്നതൊരു ചർച്ചാ വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് സിനിമയുടെ പവർ എന്ന് പറയുന്നത്. medium of cinema can transform or can make a discussion. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ഒരു ഡിസ്കഷൻ പോയിന്റിലേക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഈ ഒരു കോൺസെപ്റ്റ്, അതായത് മണ്ണിൻ്റെ കഥ ആയതുകൊണ്ടും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതുപോലെ ആയതുകൊണ്ടും അതിൽ എല്ലാം അടങ്ങുന്നുണ്ട്. അതായത് അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ, അല്ലെങ്കിൽ നമ്മൾ അടിച്ചമർത്തുന്നവരുടെ, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകതരം സമൂഹമുണ്ട്, വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു സമൂഹമുണ്ട്. ആ സമൂഹത്തെ നമ്മൾ ദ്രോഹിക്കുമ്പോൾ അതിനെതിരെ, തിന്മയ്ക്കെതിരെ നന്മ വിജയിക്കുന്ന, അതേപോലെ തന്നെ ആ ഒരു ആചാരത്തിൻ്റെ, ബുട്ടാഗോല എന്ന് പറയുന്ന ആചാരത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ തീവ്രത, അതിൻ്റെ ശക്തി, അതിൻ്റെ ആത്മീയത, അതെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തുളു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺസെപ്റ്റിൻ്റെ സ്ട്രെങ്ത്താണ് ആദ്യം ഇറങ്ങിയ കാന്താരയുടെ വിജയം എന്ന് പറഞ്ഞാൽ. അതൊന്നും ഊർജ്ജം കൊണ്ടുകൊണ്ട് അദ്ദേഹം അതിൻ്റെ പ്രീക്വൽ ഇറക്കുമ്പോൾ അതിൽ കടമ്പ ഡൈനാസ്റ്റി വരുന്നു, അതേപോലെ തന്നെ അതിനൊരു ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ട് വരുന്നു, എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ, ഈ ഒരു കൾച്ചർ ഇവോൾവ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രീക്വൽ വരുന്നു. അതിൻ്റെ ട്രെയിലർ ഇറങ്ങുമ്പോൾ തന്നെ ഗൂസ് മൊമെൻറ്റ്സ് ഇല്ല എന്നൊക്കെ വിചാരിച്ച്, പക്ഷേ എന്നാൽ തിയേറ്റർ എക്സ്പീരിയൻസിൽ വളരെയധികം ഉഷാറാണ് എന്ന് പറഞ്ഞ് പല റിവ്യൂസും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അറ്റംപ്റ്റാണത്, ആ ഒരു ഇൻഡസ്ട്രിയുടെ അറ്റംപ്റ്റാണ്. KGF അവരുടെ വേറൊരു അറ്റംപ്റ്റ് ആയിരുന്നു കന്നഡ ഇൻഡസ്ട്രിയുടെ. ഇതൊരു സെക്കൻഡ് ഫ്രാഞ്ചൈസിയാണ് ഹോമോബിൾ ഫിലിംസിൻ്റെ. എനിക്ക് ഏറ്റവും നന്നായി തോന്നിയത്, ഏറ്റവും കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടും അതേപോലെ തന്നെ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ കഥകൾ, നമ്മുടെ സംസ്കാരം, നമ്മുടേതായിട്ടുള്ള ഒരു തനിമ ഉണ്ടല്ലോ, ആ ഒരു തനിമയെ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് അതിന് ക്രിയേറ്റിവിറ്റി ഉണ്ടാകുമ്പോൾ അതിൻ്റെ വിഷ്വൽ ട്രാൻസ്ഫോർമേഷനും അതേപോലെ തന്നെ ഡെഡിക്കേഷൻ, അദ്ദേഹം ചെയ്തിട്ടുള്ള എഫേർട്സ്, അദ്ദേഹം പാലിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അതൊക്കെ അദ്ദേഹം ഇൻ്റർവ്യൂസിൽ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഹി ഡിസേർവ്ഡ് ഇറ്റ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയും വലിയൊരു അഭിപ്രായം അദ്ദേഹത്തിന് അത് കിട്ടുമ്പോൾ. ദാറ്റ് വിൽ സാറ്റിസ്ഫൈ എവരി1 ആൻഡ് കമൻഡബിൾ സാർ, ഋഷഭ് ഷെട്ടി സാർ. വളരെയധികം ട്രാൻസ്ഫോമിംഗ് ആയിട്ടുള്ള ഒരു ഫേസിൽ, അതേപോലെ തന്നെ സ്പിരിച്വൽ യൂണിവേഴ്സ്, സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊക്കെ പറയും. ഇതൊരു സ്പിരിച്വൽ പ്യുവർ സോയിൽ ടച്ച്ഡ് ഇന്ത്യൻ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവം.